ആരും ബഹളം വയ്ക്കരുത് പ്ലീസ്. പ്രിയമുള്ള ഈ ആശുപത്രി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന ബഹുമാന്യരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട ഈ ആശുപത്രിയിലെ രോഗികളെ, നിങ്ങൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നമ്മുടെ ആശുപത്രിയുടെ ചിരകാല സ്വപ്നമായ മോർച്ചയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ഈ ആശുപത്രി അങ്കണത്തിൽ നടക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ മോർച്ചയുടെ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ വൺമാൻ ഷോ, ശാരദയുടെ സിനിമാറ്റിക് ഡാൻസ്. എന്താണ് സാർ എത്ര നേരം ഇവിടെ കിടന്ന് കൊല 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 എന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കണേ? ഇവിടെ തനിക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഉത്തരവാദിത്വ ബോധം ഉണ്ടോന്ന് സാറ് പറഞ്ഞേപ്പിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുണ്ട്? ഞാൻ ഇതുവരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. പിന്നെ ഉത്തരവാദിത്തം എന്താണ്? അങ്ങനെ പറയാൻ കാര്യം ശരിയല്ല. ഇവിടെ എന്ത് പരിപാടി നടക്കണം? നമ്മുടെ മോർച്ചറിയുടെ ഉദ്ഘാടനം. ഈ മോർച്ചറിയുടെ ഉദ്ഘാടനത്തിന് ഡെഡ് ബോഡി വേണ്ടേ? ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യും? അത് സാറിന്റെ ഉത്തരവാദിത്തക്കുറവ്. എന്താ സാർ ഇന്നലെ എത്ര ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഇവിടെ? 4 ഓപ്പറേഷൻ. അപ്പൊ സാറ് വിചാരിച്ചില്ലെങ്കിൽ 4 ഡെഡ് ബോഡി ഉദ്ഘാടനത്തിന് കാണത്തില്ലായിരുന്നു. ഉത്തരവാദിത്തക്കുറവല്ലേ? ഇവിടെ നമ്മുടെ മോർച്ചറിയിൽ 14 ബെഡിട്ടില്ലേ? എന്ത് ചെയ്യും? 14 ഡെഡ് ബോഡി കിട്ടിയിട്ടില്ലല്ലോ. കമ്പൗണ്ടറായി ഞാൻ ഒരു നല്ല ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് ഐഡിയ ഒന്ന് പറഞ്ഞേ? അതായത് ശവമായിട്ട് അഭിനയിച്ച് സംസ്ഥാന സർക്കാരിന്റെ 5 അവാർഡ് മേടിച്ച കൊല്ലം ശശി എന്ന് പറയുന്ന നാടക നടനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മന്ത്രിയുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ അരമണിക്കൂറിനല്ലേ? ഈ അരമണിക്കൂർ പുള്ളി ശ്വാസം പിടിച്ച് കിടക്കുക. അരമണിക്കൂറല്ല, ഒരു ദിവസം വേണേലും ഇവിടെ കിടക്കും. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ കൊല്ലം ശശി എന്നുള്ള നാടകം വരുമ്പോഴേ ഒരു ഡിമാൻഡ് പുള്ളി വെച്ചിട്ടുണ്ട്. എന്ത് ഡിമാൻഡ്? കൃത്യം 6 മണിക്ക് പുള്ളി വിട്ടുകൊടുക്കണം. അതെന്താ? പുള്ളിക്ക് വേറെ നാടകം ഉണ്ടാണ്. ഒരു കാര്യം ആളെ നമുക്ക് വിളിക്കും. ശശി 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 ഇതാണ് ഞാൻ പറഞ്ഞ കൊല്ലം ശശി. എന്തൊരു ബാസല്ലേ പുള്ളിയുടെ സൗണ്ട്. എന്താണെന്ന് അറിയില്ല. യാത്ര ചെയ്തപ്പോ തൊണ്ടല് ചായ തരട്ടെ? വേണ്ട. കാപ്പി തരാം? വേണ്ട. കോള തരാം? വേണ്ട. സ്മോള് തരട്ടെ? സോഡ വേണ്ട. സഹൃദേ, പരിശുദ്ധവും പരിപാവനമായ ക്ഷേത്രാങ്കണം അല്ല, ഇത് മോർച്ചറിയാണ്. ഈ മോർച്ചറാങ്കണത്തിൽ ജഡമായി അഭിനയിക്കുന്ന അവസരം ഒരുക്കുന്ന ഡോക്ടർ അതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മന്ത്രി വരുമ്പോ ഇവിടെ ശ്വാസം പിടിച്ച് കിടന്നാ മതി. മന്ത്രി മോർച്ചറി ഉദ്ഘാടനം ചെയ്തിട്ട് പൊക്കോളൂ കേട്ടാ. എനിക്ക് കാര്യമുണ്ട്. മന്ത്രി വന്നാലും വന്നില്ലെങ്കിലും ശരി, കൃത്യം 6 മണിക്ക് കിടന്നോ? 6 മണി. മന്ത്രി എപ്പോഴാ ഓടി വന്നെന്ന് അറിയാനൊക്കെ പറയാൻ പറ്റില്ല. മന്ത്രിയുടെ കാര്യല്ലേ? അടിപൊളി അഭിനയം. ചിലപ്പോ വേറെ അവാർഡ് കിട്ടിയെന്നിരിക്കും. പെട്ടെന്ന് കിടന്നോ, പെട്ടെന്ന് കിടന്നോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉടൻ തന്നെ ഇവിടെ ഉദ്ഘാടന കർമ്മം. വിളിച്ചോണ്ടോ? അങ്ങനെ വിളിച്ചാൽ അങ്ങനെ വരത്തില്ല. പോയി ആനയിച്ചോണ്ട് വരണം. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയില്ലേ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിന്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാനായിട്ട് സംസാരിക്കുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അദ്ദേഹവും കുടുംബവുമായിട്ട് ഇന്ന് രാത്രി പോത്തൻ ബാവ എന്ന സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തതായിരുന്നു. അത് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ 2 വാക്ക് പറയുവാനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് അദ്ദേഹത്തിന്റെ മണ്ഡലമല്ല. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അദ്ദേഹം ഈ മണ്ഡലത്തെയാണ്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ 2 വാക്ക് പറയുവാനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് അദ്ദേഹത്തിന് 7 മണിക്ക് ഒരു വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ 2 വാക്ക് പറയുവാനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയുന്നു. കുറെ നേരം ഞാൻ പട്ടി ഇറച്ചിക്കട പോണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. താൻ എന്നെ ക്ഷണിക്കണ്ട, ഞാൻ ക്ഷണിച്ചോളാം. 6 മണിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കേട്ടാ. ഇന്നത്തെ ഈ ഒരു ദിവസം ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കും. അടിപൊളി ശവമാണല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മോർച്ചറിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എനിക്ക് അവസരം ഒരുക്കിയതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അതിരിക്കുന്ന നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എന്റെ ദുഷ്ടനാണെന്ന്. ആ കിടക്കുന്ന ഡെഡ് ബോഡിയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എന്ത് നിറമാണ്! തറവാട്ടി പറഞ്ഞ ശവം, ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. അതുപോലുള്ള ഒരു ഡെഡ് ബോഡി എനിക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിൽ ഞാൻ സന്തോഷ പുളകത്തിനായി മാറുകയാണ് സുഹൃത്തുക്കളെ. എന്താ ഈ ശവം ഇങ്ങനെ? ഇപ്പൊ ചത്തോളൂ, ഫ്രഷ്. പ്രിയമുള്ളവരെ, ഒരു മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താണ്? മോർച്ചറിയെ കുറിച്ച് സുപ്രസിദ്ധ കവി സുപ്പർൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മോർച്ചറി ചൗടി സീറ്റിലകായി ബാഗ് സൈക്കിൾ में इंजन को फटफट खूब बनाई. എന്തോട് ഈ ശവം ഇങ്ങനെ? റോട്ടി കൂടി സൈക്കിൾ ഓട്ടി കൊണ്ടുപോകണേ. പെട്ടെന്നൊരു തമിഴ്
തമിഴ് ലോറി വന്ന് ഇങ്ങനെ കയറി, അതാ ഇങ്ങനെ പോയത്. പ്രിയമുള്ളവരെ, സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകുമ്പോൾ സൈഡ് ചേർന്ന് പോകാം, അല്ലെങ്കിൽ ഇതുപോലെ ആയി. അതെ. നമ്മുടെ ഈ മോർച്ചറി എങ്ങനെയാണ് ഉയരങ്ങളിലേക്ക് കുതിക്കേണ്ടത്? എങ്ങനെയാണ്? നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട. നമ്മുടെ നാട്ടിലെ ടിപ്പർ ലോറിക്കാർ മാത്രം വിചാരിച്ചാൽ മതി ഈ മോർച്ചറി പൊങ്ങിപ്പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോയില്ലേ, അപ്പൊ പെട്ടെന്ന് ശശിന്ന് ഒരാളെ വിളിച്ച്, അപ്പൊ തിരിഞ്ഞു നോക്കി, അപ്പൊ തമിഴ് ലോറി കയറി. സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകുമ്പോൾ പേര് വിളിച്ചാൽ ആരും തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെ ആയി പോകും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഇതിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കിടക്കുകയാണ്. ഇതിൽ എത്ര ബെഡുണ്ട്? 14 ബെഡുള്ള മോർച്ചറി ഒരു ശവം കൊണ്ട് ഞാൻ അങ്ങനെ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം ചെയ്യണം. എന്തായാലും വന്നു പോയി ഇനി ചെയ്യാതിരിക്കാൻ പറ്റുമോ? 14 ബെഡ് ഉണ്ടെങ്കിൽ 14 ശവം വേണം, എങ്കിലും കറക്റ്റ് ആവുള്ളൂ. അതെ, ഞാൻ ഇവിടെ ചെയ്തു തരാം. ഈ കിടക്കുന്ന ഒരു ശവത്തിന്റെ 2 കാലും വെട്ടി മാറ്റി, 2 കൈയും വെട്ടി മാറ്റി, തല കുത്തി പുറത്തെടുത്ത്, തല വെട്ടിപ്പൊളിച്ച് കുത്തിയെടുത്ത് 14 കഷ്ണങ്ങളാക്കി 14 കട്ടിലിൽ കിടത്തി ഞാൻ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം